ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു ശ്രീസ് വ്ളോഗ്. ആദ്യം നമുക്ക് ചന മസാല ഉണ്ടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില പിന്നെ മല്ലിപ്പൊടിയും ഇട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടികളെല്ലാം ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. കരിഞ്ഞു പോകരുത്. പിന്നെ ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത വൈറ്റ് ചനയാണ്. ഇതിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഈ മസാലക്കൂട്ടും, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ കുക്കർ അടച്ചു വെച്ച് വേവിച്ചു. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ബോയിൽ ചെയ്യാം. പിന്നെ കടുവും വറ്റൽമുളകും വറുത്തിട്ടു. വൈറ്റ് ചന മസാല റെഡിയായി. ഇനി ഫിഷ് ബിരിയാണി ഉണ്ടാക്കണം. ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ. കുമ്പളങ്ങ ജ്യൂസും ഉണ്ടാക്കണം. അതിനുശേഷം ബിരിയാണി ഉണ്ടാക്കാം. നിങ്ങളെന്താ കഴിച്ചേ? ചായയോ അതോ കാപ്പിയോ? അല്ല, ഇനി എല്ലാ പണികളും തീർന്നിട്ട് എന്തെങ്കിലും കുടിക്കുമെന്നോ ഇരിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിലർ തിരക്കാണെങ്കിൽ ടോയ്ലറ്റിൽ വരെ പോകാൻ മറക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് റിലാക്സായി ഇരുന്ന് കാലൊക്കെ ഉയർത്തി വെച്ച് ഇഷ്ടമുള്ള വെള്ളമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചൊന്ന് കാമാവും. എന്തെന്ന് വെച്ചാൽ നമ്മൾ 6-7 മണിക്കൂർ വിശ്രമത്തിന് ശേഷം ഉണരുകയാണ് അല്ലേ? അതുവരെ നമ്മൾ സുഖമായി ഉറങ്ങുവാണ്, ഒന്നും അറിയുന്നില്ല. ഉണരുമ്പോൾ ചിന്തകൾ വരും. ഇപ്പോൾ എല്ലാവർക്കും സ്ട്രെസ്സാണ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. അപ്പോൾ എന്താവും? സ്ട്രെസ് ഹോർമോൺസ് റിലീസാവും. അപ്പോൾ ഭാവിയിൽ ഹോർമോണൽ ഇംബാലൻസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ തലചുറ്റൽ വരും. പിന്നെ ഫുഡ് മര്യാദക്ക് കഴിക്കുന്നില്ലെങ്കിൽ അനീമിയ. പിന്നെ കുറേ സമയം നിന്ന് തന്നെ ജോലി ചെയ്യുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. സമാധാനം കിട്ടുന്നത് മൊത്തം ഫാമിലിക്കാണ്. ഇനി നമുക്ക് അയക്കൂറ ബിരിയാണി ഉണ്ടാക്കാം. ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റൈല് ഫിഷ് ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ ഗരം മസാല ഒരു പിഞ്ച് മാത്രമേ ഇടാവൂ. പിന്നെ ഉള്ളി ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റണം. പിന്നെ തക്കാളി അധികമാവരുത്. ഓക്കെ. പിന്നെ പുളിയില്ലാത്ത തൈരുമാണ് ഉപയോഗിക്കാൻ. മുളക് പൊടി തീരെ ഉപയോഗിക്കരുത്. പിന്നെ പുതിനയില ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ ചെറിയ അളവിൽ മാത്രം. മല്ലിയില ആവശ്യത്തിന് എടുക്കാം. പിന്നെ ഫിഷ് ലൈറ്റായിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവൂ. ഓക്കെ. ഫിഷിൻ്റെ നല്ലൊരു ഗ്രേവി ഉണ്ടാക്കണം. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അടിപൊളി ഫിഷ് ബിരിയാണി ആക്കാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.